ദേവൻ പോയതും സീത മുറിയിലേക്കോടി. അവൾക്ക് കരച്ചിലടക്കാൻ കഴിയുമായിരുന്നില്ല. നന്ദു ഇതൊന്നും അറിയാതെ കളിക്കാൻ കൂട്ടുകാരെ കിട്ടിയ സന്തോഷത്തിലും. സീതയുടെ അമ്മ സീതയെ ആശ്വസിപ്പിക്കാൻ മുറിയിലേക്ക് പോയി. അമ്മയെ കണ്ടതും സീത പെട്ടെന്ന് കണ്ണു തുടച്ച് എഴുന്നേറ്റു. സീതയുടെ അമ്മ മകളുടെ നെറ്റിയിൽ ഉമ്മ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, "നീ കരയണ്ട മോളെ. നന്ദു കണ്ടാൽ അവൾക്ക് സങ്കടമാവും. ദേവൻ കൂടെ ഇല്ലാത്തതല്ലേ. കുറച്ചു ദിവസം കഴിഞ്ഞാൽ നിങ്ങളും പോവുമല്ലോ. അപ്പോൾ എൻ്റെ അവസ്ഥ നീ ഓർത്തു നോക്കൂ." സീത ഒന്നും മിണ്ടിയില്ല. അമ്മയെ നോക്കി മന്ദമായി ഒന്ന് ചിരിച്ചൂന്ന് വരുത്തി. സീതയുടെ അമ്മ പറഞ്ഞു, "നീ വേഗം അടുക്കളയിലേക്ക് വരൂ. ചെറുക്കനും പെണ്ണും വരാറായി. ഞാൻ അവിടെ എന്തായി എന്ന് നോക്കട്ടെ." സീതയുടെ അമ്മ സീതയുടെ നെറ്റിയിൽ ഉമ്മ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, "നീ കരയേണ്ട മോളെ. നന്ദു കണ്ടാൽ അവൾക്ക് സങ്കടമാവും. ദേവൻ കൂടെ ഇല്ലാത്തതല്ലേ. കുറച്ചു ദിവസം കഴിഞ്ഞാൽ നിങ്ങളും പോവുമല്ലോ. അപ്പോൾ എൻ്റെ അവസ്ഥ നീ ഓർത്തു നോക്കൂ." സീത ഒന്നും മിണ്ടിയില്ല. അമ്മയെ നോക്കി മന്ദമായി ഒന്ന് ചിരിച്ചു എന്ന് വരുത്തി. സീതയുടെ അമ്മ പറഞ്ഞു, "നീ വേഗം അടുക്കളയിലേക്ക് വരൂ. ചെറുക്കനും പെണ്ണും വരാറായി. ഞാനവിടെ എന്തായി എന്ന് നോക്കട്ടെ." അടുക്കളയിൽ സഹായത്തിന് ഒരുപാട് ബന്ധുക്കളുണ്ട്. സീതയുടെ അമ്മായിമാരും വലിയമ്മയും അവരുടെ മക്കളും. അന്ന് രാത്രിയിൽ ഒരുക്കേണ്ട സദ്യയുടെ തിരക്കിലാണ് അവരെല്ലാം. ചെറുപ്പക്കാർക്ക് പെണ്ണിനും ചെക്കനുമുള്ള മണിയറ ഒരുക്കാനുള്ള തിരക്കും. ഇതിനു പുറമെ പുറംപണിക്ക് വേറെ ചിലരുണ്ട്. സീതയും അമ്മയുടെ കൂടെ അടുക്കളയിലെത്തി. അപ്പോൾ സീതയുടെ വലിയമ്മ ചോദിച്ചു, "ആ മോളെ, നിൻ്റെ സങ്കടമൊക്കെ മാറിയോ? നീ എന്തിനാ ഇപ്പോൾ വന്നത്? കുറച്ചു നേരം കിടക്കായിരുന്നില്ലേ? ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ? അമ്മയുടെ പണിയായിരിക്കും അല്ലേ?" എന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. സീത പുഞ്ചിരിക്കുകയേ ചെയ്തുള്ളൂ. "എവിടെ മോളെ നന്ദു?" എന്ന് വലിയമ്മ ചോദിച്ചു. അപ്പോഴാണ് സീതയ്ക്ക് നന്ദു അടുത്തില്ലെന്ന് ഓർമ്മ വന്നത്. അവളുടെ അച്ഛൻ്റെ വീട്ടിലാണെങ്കിൽ സീതയുടെ പുറകിൽ നിന്ന് മാറില്ല. സീത മോളെ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് പൂങ്കുത്തേക്ക് പോയി. അവിടെ മറ്റു കുട്ടികളെല്ലാം കളിക്കുന്നുണ്ട്. നന്ദു മാത്രം അവിടെയില്ല. സീതയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. അവൾ അച്ഛനെ തിരഞ്ഞു. അവിടെയെങ്ങും കണ്ടില്ല. അവളുടെ നോട്ടം കൊണ്ടുള്ള പതറൽ കണ്ടപ്പോൾ അമ്മാവൻ്റെ മകൻ കണ്ണൻ ചോദിച്ചു, "എന്താ സീതേച്ചി?" അപ്പോൾ സീത പറഞ്ഞു, "അത് കണ്ണ, നന്ദു മോളെ ഇവിടെയെങ്ങും കാണുന്നില്ല. ദേവേട്ടൻ പോവും വരെ ഇവിടെ കളിക്കുന്നുണ്ടായിരുന്നു. അതാണോ ചേച്ചി? അവൾ സുഖുവേട്ടൻ്റെ ഏടത്തിയമ്മയുടെ കൂടെ പുറത്തേക്ക് പോയി. ഞാൻ സീതേച്ചിയോട് പറഞ്ഞു എന്നാ കരുതിയത്. അല്ലേലും ഇവിടുന്ന് അവൾ എവിടേക്കും പോവില്ല. ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ." ഇതു കേട്ട സീതയ്ക്ക് വിശ്വാസം വന്നില്ല. "നേരാണോ കണ്ണ? നീ നന്ദു ഏടത്തിയമ്മയുടെ കൂടെ പോകുന്നത് കണ്ടോ?" "എൻ്റെ സീതേച്ചി, വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞാൻ സുഖുവേട്ടനെ വിളിച്ചു തരാം." കണ്ണൻ സുഖുവിന് ഫോൺ വിളിച്ചു. "എന്താടാ?" എന്ന് സുഖുവിൻ്റെ ശബ്ദം കേട്ടതും സീത ഫോൺ വാങ്ങിച്ചു. "സുഖുവേട്ട, എൻ്റെ നന്ദുമോൾ." അപ്പുറത്തുനിന്ന് സുഖു പറഞ്ഞു, "ആ മോള് ഞങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ അച്ഛനോട് പറഞ്ഞതാണല്ലോ നിന്നോട് പറയാൻ. നന്ദുവിന് ഫോൺ കൊടുക്കാം." അവൾ അമ്മേ എന്ന് വിളിച്ചു. അപ്പോഴാണ് സീതയുടെ ശ്വാസം നേരെ വീണത്.
പിന്നെ സുഗുവിൻ്റെ ഭാര്യ ഫോൺ വാങ്ങിച്ചു. എന്നിട്ട് പറഞ്ഞു, അതെ സീതേ, മോളെ ഞാനാണ് കൂടെ കൂട്ടിയത്. അവൾക്ക് ബോറടിക്കുന്നു എന്ന് പറഞ്ഞു. അവരെല്ലാം ഒരേ കളിയാണ് കളിക്കുന്നതത്രേ. ഇപ്പോൾ അച്ഛമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകുമോ എന്നാണ് ചോദിക്കുന്നത്. സീതയ്ക്ക് ദേഷ്യവും സങ്കടവും വന്നു. ഫോൺ പെട്ടെന്ന് കട്ടാക്കി. ഇതു കണ്ട കണ്ണൻ ചോദിച്ചു, എന്താ സീതേച്ചി ഇപ്പോഴും വിഷമം? ഒന്നുമില്ല എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി. കണ്ണൻ മനസ്സിലോർത്തു, സീതേച്ചിയുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കല്യാണപ്പെണ്ണും ചെക്കനുമെത്തി. അത് കഴിഞ്ഞതും സുഗുവും ഭാര്യയും അവർക്കൊപ്പം നന്ദൂട്ടിയും എത്തി. എല്ലാവരുടെയും അത്താഴമൊക്കെ കഴിഞ്ഞു. ഉറങ്ങാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. പിറ്റേന്ന് പയ്യൻ്റെ വീട്ടിലേക്കുള്ള വിരുന്നു. സീത മോളെ ഉറക്കിയ ശേഷം ദേവനെ വിളിച്ചു നോക്കി. ദേവന് കാലത്തു നേരത്തെ പോകണം. ഫോൺ ചെയ്തപ്പോൾ കിട്ടിയില്ല. സീതയുടെ പരിഭ്രാന്തി കണ്ടപ്പോൾ വലിയമ്മയും അമ്മയും പറഞ്ഞു, നീ ഇങ്ങനെ ഓരോന്നിനും വിഷമിക്കാൻ നിന്നാൽ അതിനെ നേരം കാണും. ദേവനും ഇവിടുത്തെ തിരക്ക് കഴിഞ്ഞ് പോയതല്ലേ, പിന്നെ അവന് സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കേണ്ടേ, ക്ഷീണവും കാണും. അവിടെ എത്തിയിട്ട് വിളിക്കും. ഉറങ്ങു കുട്ടിയെ. സീത പറഞ്ഞു, എൻ്റെ വിളി കണ്ടാൽ തിരിച്ചു വിളിക്കേണ്ടതാണ്. വീട്ടിലെ ലാൻഡ് ഫോണിൽ വിളിച്ചു നോക്കണം എന്ന് വിചാരിച്ചു. എല്ലാവരും കിടന്നു കാണും എന്ന് വിചാരിച്ചിട്ടാണ്. ശരി, നീ കിടക്കൂ എന്ന് സീതയുടെ അമ്മ വീണ്ടും പറഞ്ഞു. സീത കിടന്നു. മോളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തുടരും.